ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് ടി വിയിൽ ഒരു ചർച്ചയുണ്ട്. നമ്മൾ കണ്ടല്ലോ, മണാലിയിൽ പോയി സന്തോഷിച്ചതിന്റെ പേരിൽ ഉസ്താദിന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയായിട്ടുള്ള നഫീസുമ്മയാണ് താരം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നഫീസുമ്മയാണ്. ആരും സന്തോഷിക്കുന്നത് ഇസ്ലാമിന് ഇഷ്ടമില്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ മുസ്ലിം സ്ത്രീകൾ സന്തോഷിക്കുന്നത്, പ്രത്യേകിച്ച് വിധവയാണെങ്കിൽ പറയാനുമില്ല. അത് നമ്മൾ അംഗീകരിക്കില്ല, അത് നമ്മൾ അനുവദിക്കില്ല. കാരണം നമുക്കെപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങളും മാനങ്ങളും. അവരെ മാത്രമേ മനുഷ്യരായിട്ട് തൽക്കാലം നമ്മൾ അംഗീകരിക്കൂ. നമ്മുടെ രീതി അതാണ്. ഒന്നും വിചാരിക്കല്ലേ. ഞാൻ ടി വിയിൽ ഇതുവരെ ചർച്ചയ്ക്ക് കയറിയില്ല, കയറാൻ പോകുന്നതേ ഉള്ളൂ. കയറുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ഇൻട്രൊഡക്റ്റ് ചെയ്യണമല്ലോ. വളരെ കഷ്ടപ്പെട്ടൊരു സ്ത്രീ ജീവിച്ചു. ഒടുവിൽ അവർക്ക് അവരുടെ മക്കള് ഒരു സൗഭാഗ്യത്തോടു കൂടി ഒരു ലൈഫ് കൊടുത്തപ്പോൾ സ്വാഭാവികമല്ലേ അവർക്കൊന്ന് മനസമാധാനത്തോടു കൂടി ജീവിക്കണമെന്ന് തോന്നിയാൽ ഇവർക്ക് എന്താണെന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനിരിക്കുന്നത്? അവര് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ് സാധാരണ പറയുക. അവർക്ക് ഇപ്പോഴാണ് എന്താ സന്തോഷിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിലാണ് എന്നുണ്ടോ? ഈ പ്രായത്തിൽ മാത്രമേ സന്തോഷത്തോടെ ജീവിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇവരേത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇനിയും നേരം വെളുക്കാത്ത ഒരേ ഒരു വിഭാഗം ഇവരാണ്. ഞാൻ ടി വിയിൽ ചർച്ചയ്ക്ക് കയറുവാണ്. സൗണ്ടൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കട്ടെ കേട്ടോ. കഥ പറയാൻ കുറച്ച് സമയമായല്ലോ അല്ലേ? അതെ അതെ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇരകളാരും ഇല്ല കേട്ടോ. ഇന്ന് ഒരാളും എടുക്കുന്നില്ല. ഇന്നലെ നമ്മൾ അങ്ങനെയാ മറ്റേ തപ്പിപ്പിടിച്ച് മറ്റേ വെമ്പായ നസീറിനെ കൊണ്ടുവന്നേ. മനസ്സിലായില്ലേ? അതല്ല, പുള്ളി ഒരാഴ്ച മുമ്പ് പുള്ളി ഒരു ലെറ്റർ പാഡില് ഇവിടെ വന്നിട്ട് ഒരു അപേക്ഷ, ഞാനൊരു മുസ്ലിം രാഷ്ട്രീയ നിരീക്ഷകനാണ്, എന്നെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഇന്നലെ ആരെയും കിട്ടാത്തോണ്ട് നമ്മള് നോക്കിയതാ കേട്ടോ. പുതിയ പുതിയ ആളുകൾ വരട്ടെ. ഇതിപ്പോ വേട്ടക്കാര് മാത്രം ഇങ്ങനെ അതെന്നപ്പോ പറയും, ചാണകങ്ങൾ ഒന്നിച്ചിരുന്ന് പറയാന്ന്. അപ്പൊ നമ്മളെന്താ പറയണ്ട? എനിക്കൊക്കെ ഒരു ദിവസം വരുന്ന ചീത്ത വിളിയില്ലേ, കൂട്ടത്തിൽ നിങ്ങളെ രണ്ടുപേരുടെയും പേരുണ്ട്. ടീച്ചറുടെ ഇതുവരെ വന്നില്ല കേട്ടോ. ഇല്ല, ടീച്ചർ ഇടയിലല്ലേ വന്നുള്ളൂ. എന്റെ പേര് നിങ്ങളെ പറയുമ്പോ എന്നെയും പറയും. അതാണ് രണ്ടാള് വർഗീയവാദികള്. ഇപ്പൊ എന്തൊക്കെയാ അപ്പൊ തന്നെ ഒരു 10-32 തെറി വന്നു പോസ്റ്റർ ഇട്ടപ്പോ തന്നെ. ആണല്ലേ? ഓ, നമ്പ്യാരൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. അയ്യോ, എന്തൊരു വൃത്തിയേടാ പറയല്ലേ. അതാണ് അതിന്റെ നമ്പ്യാർ ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും ഇതിന് ചർച്ചയാക്കിയാൽ. അതായത് മുമ്പത്തെക്കാളും അധികം ഇന്ന് ഇതുപോലുള്ള വിഷയങ്ങൾ ഇസ്ലാം മത സമൂഹത്തിൽ കാണുമ്പോൾ മറ്റു മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പണ്ടത് ജന ടി വി മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതൊന്ന് പറയുന്നത് നന്നായിരിക്കും. 3 സംഖ്യകൾ രാജ്യത്തെ ഒറ്റിക്കൊടുത്തു, ഒരു മാപ്രയും അത് പൊടിച്ചു പിടിച്ചു വന്നില്ല. അതാണ് നമ്മള് എന്തായാലും രാജ്യം നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അതെ 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 അതെ. അത് നമുക്ക് പറയാം, അതൊന്ന് ചോദിച്ചാൽ നല്ലതാ. നമുക്ക് അതൊരു നല്ലതാണ്. ചോദിക്കാം. നുസ്രത്ത് മാഡം, ഞാൻ മറ്റേ സംഗതി പരസ്യമായി അവരെ അധിക്ഷേപിച്ചു. ജനത്തിപറ്റി ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിധവകൾ വീട്ടിലിരിക്കേണ്ടവരോ? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ഉപാധ്യക്ഷ നുസ്രത്ത് ജഹാൻ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്ത് എന്നിവ അതിഥികളാവുന്നു. ഈ സംവാദത്തിലേക്ക് കാന്തപുരം AP വിഭാഗത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും
പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, ഞങ്ങൾ സമീപിച്ചതാണ്. പക്ഷേ അവർ പ്രതികരിച്ചില്ല. യെസ്, ശ്രീ ആർ വി ബാബു, സ്ത്രീകൾ ബഹിരാകാശത്ത് പോയ നാട്ടിലാണ് ഒരു ഉസ്താദ് ഇത്തരത്തിൽ പിന്തിരിപ്പൻ ചിന്താഗതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഭർത്താവ് മരിച്ച മുസ്ലിം സ്ത്രീകൾ വീട്ടിലിരുന്നോളം, അവർ സന്തോഷിക്കരുത്, അവർ അണിഞ്ഞൊരുങ്ങരുത്, അവർ അവരുടെ ദുർവിധിയിൽ പരിതപിച്ച് ശിഷ്ടകാലം ജീവിച്ചോളണം എന്ന തിട്ടൂര വിറക്കുന്ന ഉസ്താദുമാർ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല വർത്തമാന കാലത്തിന് നാണക്കേടല്ലേ? കേരളത്തില് കുറെ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു താലിബനൈസേഷൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത്, സ്ത്രീകളെ കണക്കാക്കുന്നത്, ഇപ്പൊ താലിബാന്റെ കണക്ക് വന്നിരുന്നു 3 വർഷത്തിനുള്ളിൽ 14 ലക്ഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് യുനെസ്കോന്റെ ഒരു കണക്ക് വന്നിരുന്നു. അപ്പോ സ്ത്രീകളോട് ഉള്ള സമീപനം എന്ന് പറയുമ്പോൾ താലിബാൻ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളോട് സമീപനം സ്വീകരിക്കുന്നത്, അതേ രീതിയിൽ കേരളത്തിൽ മുസ്ലിം മത നേതൃത്വം, എല്ലാ മുസ്ലിങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ മുസ്ലിം മത നേതൃത്വം ആസൂത്രിതമായി മുസ്ലിം സമൂഹത്തെ കടുത്ത ഒരു ഇസ്ലാമിക മത നിയമങ്ങൾക്കനുസൃതമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ താലിബാൻ മോഡലിൽ ഉള്ള ഒരു ജീവിത രീതിയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് ലിബറൽ സ്വഭാവത്തോടു കൂടി രാഷ്ട്രീയത്തിലെ ജനാധിപത്യം, മതേതരത്വം ഈ സങ്കല്പങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പൊതു മാധ്യമങ്ങളോ അല്ലെങ്കിൽ ചില മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒക്കെ കരുതപ്പെടുന്ന അല്ലെങ്കിൽ കരുതുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തീവ്ര നിലപാടുകൾക്കൊപ്പം നിലനിൽക്കേണ്ട അല്ലെങ്കിൽ അണിനിരക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്. പഴയ കാലമല്ല, പഴയ മുസ്ലിം ലീഗിന് പല നിലപാടുകളും അവര് ഒരു പുരോഗമനാത്മകമായ നിലപാട് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അവർ മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ തീവ്ര വിഭാഗങ്ങളുടെ നിലപാടിനോടൊപ്പം നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന് പോലും വന്നു ചേർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് അതിൽ നിന്നും വ്യത്യസ്തമാണെന്ന അഭിപ്രായത്തോടു കൂടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ പരസ്യമായിട്ട് അവർ ചില നിലപാടുകളൊക്കെ പറയുമ്പോൾ ഈ ജനാധിപത്യം, മതേതരത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ചില സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. പക്ഷെ അതുപോലും ഇപ്പോ നിലവിലില്ല. കാരണം സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ അവര് വരാൻ പാടില്ല, സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ളത് ഭരണഘടനയിലുണ്ട് എന്നുണ്ടെങ്കിലും അതങ്ങനെ ഇസ്ലാം മതത്തിനകത്ത് അത് കൊടുക്കാൻ സാധ്യമല്ല എന്നൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. സലാമിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞു, സമസ്തയുടെ ആൾക്കാർ പറഞ്ഞു, സുന്നി അബൂബക്കർ സുന്നി വിഭാഗത്തിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്കറിയാം. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ വരെ സ്ത്രീകൾക്ക് പൊതുയിടങ്ങളിൽ സ്ഥാനം വേണ്ട എന്ന ഒരു പരസ്യ പ്രസ്താവന ഇറക്കുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ അന്തരീക്ഷം മാറി എന്ന് വന്നാൽ അതിന്റെ അർത്ഥം കേരളം താലിബാൻ അന്തരീക്ഷത്തിലേക്ക് മാറി കേരളത്തിലെ മുസ്ലിങ്ങളെ ആ രീതിയിലേക്ക് പരുവപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് വേണം പി നഫീസുമ്മ എന്ന് പറയുന്ന 55 വയസ്സുള്ള 3 പെൺമക്കളുടെ അമ്മ 25 വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചുപോയി. ആ കുട്ടികളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചു, അവരെ വിവാഹം ചെയ്തയപ്പിച്ചു. അതിനുശേഷം ഈ പ്രായം 55 അത്ര പ്രായമായി പറയാൻ നിവൃത്തിയില്ലെങ്കിലും അവര് 55 വയസ്സ് ഉള്ള സമയത്ത് മക്കള് അമ്മയോടൊപ്പം മണാലിയിൽ പോയി ആ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി ഉള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഇസ്ലാമിക മത നേതൃത്വം എത്തുമ്പോൾ അവർ ഏത് തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് അവർ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായ രീതിയിൽ നമ്മളോട് പറയുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് വ്യാഖ്യാനിച്ച് അത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ, കാരണം ആ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ മുസ്ലിങ്ങളാണ് ആ കാര്യത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് എത്ര സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറയേണ്ട, അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ട കാര്യങ്ങളാണ്. ഞാനിവിടെ അനിൽ നമ്പ്യാർ ഇവിടെ നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞല്ലോ,
സുന്നി അബൂബക്കർ മറ്റേ AP വിഭാഗത്തിൽ നിന്ന് ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്ത് നിന്ന് ഒരാളെ വിളിച്ചില്ല എന്നൊരു ചോദ്യം ഞാൻ ഉയർത്തുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ വിളിച്ചില്ല? ഞാനൊരു ചോദ്യമായിട്ട് ഉയർത്തുകയാണ്. എനിക്കിപ്പോ മറുപടി വേണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാരം, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, സമത്വം, തുല്യത, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്തൊക്കെ വളരെ വലിയ തോതിലുള്ള പ്രസ്താവന യുദ്ധങ്ങളായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വിഭാഗങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവി വർഗം, അതേപോലെ ചില മാധ്യമങ്ങള്, അതേപോലെ സാമൂഹ്യ നിരീക്ഷകരെന്ന് പറയുന്ന വിഭാഗം, സാംസ്കാരിക നായകന്മാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാര്. ഈ സമയം വരെ ആരുടെയെങ്കിലും ഒരു പ്രസ്താവന വന്നോ എന്ന് ഞാൻ കണ്ടില്ല. നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നന്നായി. ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് നേതാവ്, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ പരസ്യമായിട്ട് ഈ ഉസ്താദിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനകത്ത് ഈ സ്ത്രീകളോടുള്ള സമീപനത്തിനെതിരായിട്ട് അതൊരു ഉസ്താദിന്റെ മാത്രം നിലപാടായിട്ട് നമുക്ക് അടിവരയിട്ട് സ്ഥാപിക്കാൻ പറ്റില്ല. ഒരു ഉസ്താദിന്റെ നിലപാടല്ല. അങ്ങനെ ഒരുപാട് ഉസ്താദുമാര് പരസ്യമായിട്ട് ഇത്തരം നിലപാടുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ഇസ്ലാം മതത്തിന്റെ നിലപാടാണ്. ഇസ്ലാമിന്റെ നിലപാട് ഉസ്താദുമാര് പറയുകയാണ്. അപ്പോ അതിനെതിരായിട്ട് ശബ്ദിക്കുന്ന ഒരു രാഷ്ട്രീയ മുഖം നമ്മൾ കേരളത്തിൽ കാണില്ല. ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പൊ നമുക്കറിയാം ഇവിടെ മനുസ്മൃതി, ഞാൻ മനുസ്മൃതി വായിക്കാത്ത ഒരാളുണ്ട്. മനുസ്മൃതി ശ്ലോകങ്ങളൊക്കെ എനിക്കറിയാം എന്നല്ലാതെ മനുസ്മൃതി മുഴുവനും വായിച്ചിട്ടുള്ള ഒരാളല്ല. എന്റെ വീട്ടിലും മനുസ്മൃതി ഇല്ല. മനുസ്മൃതിയിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാരതത്തിലെ 99.999% ആൾക്കാരും മനുസ്മൃതി കാണാത്തവരോ വായിക്കാത്തവരോ അതിനെന്താ എഴുതിയെന്ന് മനസ്സിലാക്കാത്തവരാണ്. പക്ഷെ മനുസ്മൃതിയില് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഇപ്പോഴും, ഭാരതത്തിലെമ്പാടും കേരളത്തിൽ ഇപ്പോഴും ഹിന്ദു സമൂഹത്തെ, ഹിന്ദു ധർമ്മത്തെ, ഹിന്ദു സംഘടനകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ പച്ചയ്ക്ക് പരസ്യമായി, ഞാൻ ഖുറാനിലടക്കമുണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. ഖുറാനിലടക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉസ്താദുമാര് പരസ്യമായി നിലപാടെടുത്ത് വരുന്ന സമയത്ത് അതിനെ പച്ചയ്ക്ക് എതിർക്കാൻ, മനുസ്മൃതി എതിർക്കുന്ന പോലെ ഖുറാനെ എതിർക്കാൻ, ഹദീസിനെ എതിർക്കാൻ തയ്യാറായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നാളിന് വരെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ വരാത്തത്? എന്നാൽ സ്ത്രീകൾക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു നാടാണ് ഭാരതം. വേദകാലഘട്ടത്തിലൊക്കെ അടക്കം സ്ത്രീകൾ മന്ത്രനിഷ്ഠാക്കളായിരുന്ന സ്ത്രീകൾ, എത്രയോ മന്ത്രങ്ങൾ, സ്ത്രീകൾ രചിച്ച മന്ത്രങ്ങൾ ഇന്നും ഉപയോഗത്തിലുള്ള മന്ത്രങ്ങളാണ്. സ്ത്രീകൾ രചിച്ച മന്ത്രങ്ങൾ, ബ്രഹ്മവാദിനികൾ സ്ത്രീകൾ, യോദ്ധികൾ എന്നാണ് പറയാ, യോദ്ധാക്കളായിട്ടുള്ള സ്ത്രീകൾ, ഭരണാധികാരികളായിട്ടുള്ള സ്ത്രീകൾ, ഇതെല്ലാം ഭാരതത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഇടക്കാലത്ത് നമുക്കറിയാം, VT ഭട്ടതിരിപ്പാടൊക്കെ പറഞ്ഞതുപോലെ അടുക്കളയിൽ തളയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തേക്ക് മറക്കുടയുടെ മറവിൽ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലടക്കം സംജാതമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരിഷ്കരിക്കാൻ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, നവോത്ഥാന നായകർ, ആചാര്യന്മാരൊക്കെ തയ്യാറായി. സതി അനുഷ്ഠിച്ച നാടാണ് ഭാരതം. വിധവകൾക്ക് എന്താണ് എന്നുള്ളത് നിലയ്ക്ക് അതിന് ചരിത്രപരമായ ചില പശ്ചാത്തലമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് വളരെ വലിയ തോതിൽ പരിഷ്കരണത്തിന് വിധേയമായ ഒരു നാടല്ലേ. അപ്പോ ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലേക്കോ 16-ാം നൂറ്റാണ്ടിലേക്കോ കേരളത്തെ നയിക്കാൻ വേണ്ടി ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് ആ സമുദായത്തെ പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യന്തം അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ആണ് ഈ നിശബ്ദത. അതാണ് തുടക്കത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്പ്യാർ, ഈ ഉസ്താദുമാർക്ക് ബോധം വെക്കാത്തതാണോ, അതോ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചാൽ മതി എന്ന ഒരു നിലപാട് അനുവർത്തിച്ച് മുന്നോട്ട് പോവുകയാണോ? മനുഷ്യരുടെ അന്തസ്സും അഭിമാനവും ഒക്കെ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21. 25 വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ അടങ്ങി ഒതുങ്ങി ഒരു മൂലക്കിരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ മുസ്ലിയാര് പറയുന്നത് അങ്ങനെയാണ്. ഇനി അങ്ങനെ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ
സ്ത്രീകളെയും, ഇനി വിധവകളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും അവരെയൊക്കെ നിരന്തരം ഈ രൂപത്തിൽ ഇങ്ങനെ അപമാനിക്കാൻ ഈ പണ്ഡിത വേഷധാരികൾക്ക് ഈ നാട്ടിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത്രയധികം സ്വാതന്ത്ര്യം കിട്ടുമോ? ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ആ സ്ത്രീയുടെ പൊതുജീവിതവും കുടുംബജീവിതവും ഒക്കെ ഏറെ ദുരിതത്തിലായി എന്ന് ആ സ്ത്രീയുടെ മകള് തന്നെ വന്ന് പറയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അവരുടെ അടുത്ത ബന്ധുക്കള്, ചുറ്റുമുള്ളവര് ഈ പ്രസംഗത്തിന് ശേഷം അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തിനും അധിക്ഷേപത്തിനുമൊക്കെ ആരാണ് പരിഹാരം കാണുന്നത്? എന്നാല് അവർക്കുണ്ടായ അവരെ കൊണ്ട് എങ്ങാനും ഒരു നാണയത്തുട്ടിന്റെ ഗുണം ഇവർക്കുണ്ടായിട്ടുണ്ടോ? ഈ നികൃഷ്ട ജീവികളാണ് ഇവരെന്ന് ഈ രാജ്യത്തുള്ള ജനാധിപത്യ വിശ്വാസികളാകുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാകാൻ ഇതുപോലെയുള്ള സാഹചര്യം നല്ലതാണ്. ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഞാനൊരു ചിത്രം കണ്ടു. 43 വർഷങ്ങൾക്ക് മുമ്പ് 1982 കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരമാണ്. അത് കാണാൻ എത്തിയിരിക്കുന്നത് മുഴുവനും മുസ്ലിം സ്ത്രീകളാണ്. ഇടയ്ക്ക് മുസ്ലിം പുരുഷന്മാരുമുണ്ട്. ഇതുപോലെ ലൈംഗിക രോഗികളൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. മിസ്റ്റർ മുത്തുക്കോയയുടെ പ്രാകൃതമായിട്ടുള്ള വൈകൃത പ്രസ്താവന നമ്മൾ കണ്ടു. ഇടകലരരുത് എന്നുള്ള വൈകൃതമായിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടു. ഇങ്ങനെ അലി കോവൂർ എന്ന വ്യക്തി പകർത്തിയ ചിത്രത്തിൽ മുഴുവനും മുസ്ലിം സ്ത്രീകളാണ്. ആരും തലയിൽ തട്ടം പോലും ഇട്ടിട്ടില്ല. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യം മുസ്ലിം സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാശ്ചാത്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ, ഇറാനിലെ, ലെബനനിലെ, ഇറാഖിലെ, സിറിയയിലെ ഒക്കെ പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ. അതിലൊക്കെ അവർക്ക് അവാർഡ് കിട്ടിയതും പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതും വേദിയിൽ നിന്ന് പാട്ടുപാടുന്നതും സഹപ്രവർത്തകർക്കൊപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ആ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് മുഖമില്ല, വ്യക്തിത്വമില്ല. കേവലം പ്രസവ യന്ത്രങ്ങൾ മാത്രമായി അവർ മാറിയിട്ടുണ്ട്. ഒന്ന് ശ്വാസം വിടാൻ പോലും പുരുഷന്മാരോട് അനുമതി ചോദിക്കേണ്ടുന്ന രൂപത്തിലേക്ക് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഇവര് അടിമച്ചങ്ങലയ്ക്കകത്താക്കി. 40 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് സമസ്തയുണ്ട്, കാന്തപുരങ്ങളുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിമാരും ജൂസ് ഉസ്താദുമാരും ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാരും ജിഫ്രി തങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ മുസ്ലിം സമൂഹം ഇവരെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. ഇവരുടെ വാക്കുകൾ ചെവിക്ക് പുറത്ത്, ഹമുക്ക് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയുടെ വാക്ക് ചെവിക്ക് പുറത്ത് എന്ന രൂപത്തിലാണ് അവരതിനെ തള്ളിവിട്ടിരുന്നത് എന്ന് ആ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോ നമുക്കറിയാം 6-ാം നൂറ്റാണ്ടിന്റെ ജൈവ ഉൽപ്പന്നങ്ങളല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയും പ്രേം നസീറിനെ പോലെയും അതുപോലെ നിലമ്പൂർ ആയിഷമാരെ പോലെയും ഒക്കെയുള്ള ആളുകൾ ഇവരുടെ വാക്കുകളെ മതിലുകൾക്കും അപ്പുറത്തേക്ക് ചവിട്ടി മെതിച്ചുകൊണ്ട് കയറി വന്നവരാണ്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ എത്ര കണ്ടിട്ടുണ്ട് ഈ അപ്പിക്കുപ്പായം എന്ന് പറയുന്ന ഈ വേഷം. ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു കോലമേ ഇല്ല ഇവിടെ. സൗദി അറേബ്യ, ഏഷ്യൻ രാജ്യങ്ങളിൽ സ്പോൺസർ ചെയ്ത ഇസ്ലാം മത മൗലികവാദമായിട്ടുള്ള ഈ ഒരു മുജാഹിദിസം അഥവാ വഹാബിസം ഇതൊക്കെ ഇന്ന് എവിടെ പോയി? സൗദിയില് ആയിഷയുടെ വീട്, ഖദീജയുടെ വീട് ഇതൊക്കെ ലൈബ്രറിയും മൂത്രപ്പുരയും ഒക്കെ ആക്കിയിട്ടിരിക്കുകയാണെന്ന് റഹ്മത്തുള്ള കാസിമി മൂത്തേടം തന്നെ സുദീർഘമായിട്ട് വന്ന് പ്രസംഗിക്കുന്നുണ്ട്. സിനിമകൾ അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. തിയേറ്ററുകളൊക്കെ ഇന്ന് അവിടെ തുറന്നില്ലേ? ഇന്ന് ഇവരുടെ നിയന്ത്രണത്തിൽ അവരും നിൽക്കുന്നില്ല. മുസ്ലിം പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കുന്നുണ്ടോ? അതായത് മുസ്ലിം പെണ്ണുങ്ങളുടെ പിന്നാലെ ഡിജിറ്റൽ ക്യാമറയും എടുത്ത് ഇവരിങ്ങനെ പിന്നാലെ നടക്കുകയാണ്. ഇപ്പൊ അവരൊരു മൂലക്കിരിക്കുകയാണെന്ന് വിചാരിക്കുക. നഫീസുമ അവരുടെ മക്കളെ ഇയാൾ നോക്കുവോ? അതല്ലെങ്കിൽ ഇയാളുടെ സമുദായം നോക്കുമോ? ഈ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ, ഇവർക്ക് ഓരോരോ ജീവിതങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ. ഭർത്താവ് മരിച്ചാൽ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ബാക്കി ജീവിതം ഹോമിക്കണമെന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഹറാമാണെന്നും പറയുന്ന ഇവർ ഉറൂസിന് വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ? നോളജ് സിറ്റിക്കകത്ത് വന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവരെ തിരുത്താൻ ഇന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ സജ്ജരാണ്. ഉസ്താദ് പറഞ്ഞത് ശരിയാ. മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള പാലും തേനും മദ്യവും ഒക്കെ ഒഴുകുന്ന പുഴകളിൽ നഫീസുമായിക്ക് സ്ഥാനമുണ്ടാകുമോ? ആർത്തുല്ലസിച്ച് വെള്ളത്തില് ഇനി മദ്യപ്പുഴയ്ക്കകത്ത് നീന്തി തുടിക്കാൻ ഇനി മാറിടം തുടുത്ത 72 ഹൂറിമാരെ കിട്ടിയിട്ട് നഫീസുമായിക്ക് എന്താ കാര്യം? ചെറിയ പ്രായത്തിൽ ഭർത്താവും പോയി. ഇനി അവിടെ ചെന്നിട്ട് ഹൂറിമാര് കിട്ടുമെന്ന് ഉറപ്പുമില്ല. അവര് ലെസ്ബിയൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തുമില്ല. അപ്പോ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ഒരു ക്യാൻസർ പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഇത്തരം പ്രാകൃതമായ ആശയങ്ങൾ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ മാറുമെന്ന് മാത്രമല്ല അത് നമ്മളെയും കൊണ്ടേ പോകും. ഇവനെ പോലെയുള്ള ആളുകളെയൊക്കെ ന്യായീകരിക്കാനും
നമ്മുടെ നാട്ടിൽ ഭീകരമായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നത് നമ്മൾ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു സ്ത്രീയുടെ റീല് കണ്ട ഉടനെ തന്നെ ഇവരിങ്ങനെ ഇളകി മറിയുന്നുണ്ടല്ലോ. 1000-ഓളം 10 വയസ്സിന്റെ അകത്ത് പ്രായമുള്ള കുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തനെ ഇന്നലെയല്ലേ അറസ്റ്റ് ചെയ്തത്? ഇന്നും തിരുവനന്തപുരത്ത് 7 ഉസ്താദുമാരെയും സീനിയർ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് 13കാരനെ കമിഴ്ത്തിക്കിടത്തിയതിന്റെ പേരിൽ. ഇതിനെതിരെ ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവന്മാരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാറുണ്ടോ? സ്റ്റേജിൽ വന്നിട്ട് മൈക്ക് കെട്ടി കുറച്ച് വഷള് കഥകളും കുറച്ച് സെക്സ് കഥകളും പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരഞ്ഞും വിളിച്ചും കൂകിയും ആളുകളോട് തെണ്ടിയും അവരുടെ കഴുത്തിൽ കിടക്കുന്നതും കാതിൽ കിടക്കുന്നതും പോക്കറ്റിൽ കിടക്കുന്നതും ഒക്കെ പിടിച്ചു വാങ്ങി സുഖലോലുപതയിൽ ജീവിക്കുക എന്നുള്ളതല്ലാതെ നഗ്നപാതനായ പ്രവാചകന്റെ ചിത്രം പറയുന്നതാണ് ഇവര്. ആ പ്രവാചകന്റെ ചരിത്രം പറയാൻ ഇവര് വരുന്ന കാറേതാ? ഇനി ഭർത്താക്കന്മാർക്ക് തുടുത്ത മാറിടമുള്ള ഊറികളെ കിട്ടും 72 പേരെ. ഈ സ്ത്രീകൾക്ക് എന്താണ് സ്വർഗത്തിൽ കിട്ടുന്നത് എന്ന് ഇവര് പറയണം. ഇവരുടെ ആശയം അനുസരിച്ച് ജെട്ടി ഇട്ടില്ലെങ്കിലും സാരമില്ല, തട്ടമിടണം. കാരണം ലൈംഗിക അവയവം ആര് കണ്ടാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ തലയാരും കാണരുത്. എന്റെ ഒരു ഗൈനക്കോളജിസ്റ്റ് സുഹൃത്ത് പറഞ്ഞതാ, അവര് പ്രസവിക്കാൻ വന്ന് കിടപ്പുണ്ട്, കൃത്യമായിട്ട് ബാക്കിയെല്ലാം തുറന്നു കിടപ്പുണ്ട്, പക്ഷെ മുഖം മറയ്ക്കാനും തല മറയ്ക്കാനും അവർ മറക്കുന്നില്ല. മയ്യത്തായി കഴിഞ്ഞാലോ, ബോഡി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉദ്ധാരണം ഉണ്ടാകും. ആ സമയത്ത് അതുവരെ എല്ലാ മനുഷ്യനെയും കണ്ടു ജീവിച്ച ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ചത്തു കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണാൻ പാടില്ല. കാരണം ശവഭോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതും ഒരു പ്രശ്നം തന്നെയാണ്. നരകത്തിലെ വിറകുകൊള്ളി ആകാതിരിക്കാൻ ആ സ്ത്രീ തട്ടമിട്ടിട്ടുണ്ട്. അവര് കൃത്യമായ രൂപത്തിൽ ഔറത്ത് മറച്ചിട്ടുണ്ട്. ഇനി പുയ്യാപ്പിള എപ്പോ ആവശ്യപ്പെട്ടാലും കിടക്കാൻ അവർ തയ്യാറാണ്, പക്ഷെ അയാളില്ല, അയാൾ മരിച്ചുപോയി. ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് നഫീസുമ്മ ചെയ്യേണ്ടത് എന്താണ്? 1 കിലോ വെളിച്ചെണ്ണയും വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിട്ട് ഏതെങ്കിലും മലദ്വാർ വികസന കോർപ്പറേഷന്റെ ഉസ്താദുമാര് പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കി പോയിരിക്കണമായിരുന്നു. ചില സക്കാഫിമാർക്കും ദാരിമിമാർക്കും സുല്ലമിമാർക്കും ഒന്നും ഇനിയും വകതിരിവ് വന്നിട്ടില്ല. അതല്ലെങ്കിൽ ഇവർക്ക് വേദിയിൽ ആശയ ദാരിദ്ര്യമുണ്ട്, വിഷയദാരിദ്ര്യമുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയ വീട്ടിൽ സ്ത്രീ അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറയുന്ന ഈ ഇബ്രാഹിം സക്കാഫിയുടെ മതപരമായിട്ടുള്ള വിജ്ഞാനം എടുത്ത് പരിശോധിച്ചിട്ട് ഖദീജ എന്താണ് ചെയ്തത് എന്ന് ഇവര് പറയണം. ഖദീജയുടെ ഭർത്താവ് മരിച്ചു, 2-ലധികം മക്കളുണ്ട് അവരുടെ കൂടെ, അവരെ വളർത്താൻ മാർഗമില്ല. അവരുടെ പിതാവ് ഹുവൈലിദ്, അയാൾ വളരെ സമ്പന്നനാണ്. അവരുടെ സമ്പത്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യുകയാണ് ഖദീജ. മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട തറവാടിയായിട്ടുള്ള യുവതിയായിട്ടുള്ള അതീവ സുന്ദരിയായിട്ടുള്ള സ്ത്രീ വന്നിന്ന് ബിസിനസ് ചെയ്യുന്നു. പ്രവാചകൻ മരിച്ചു, ആയിഷ എന്താ ചെയ്തത്? ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം ചെയ്തു ആയിഷ മുഹമ്മദിന്റെ സമ്പത്തിന് വേണ്ടി നിരന്തരം അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും ഒക്കെ കൊട്ടാരവാതിൽക്കൽ കയറി ഇറങ്ങിയതിന്റെ ചരിത്രം ഖിലാഫത്തും രാജവാഴ്ചയും എന്ന് പറഞ്ഞ മൗദൂദിയുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെക്കുന്നുണ്ട് ഇവര്. അപ്പൊ ഇവര് മൂലക്കിരുന്ന് സ്വലാത്തും ദിക്റും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സക്കാഫിയെ ഈ രൂപത്തിൽ ആശയങ്ങൾ ആരാണ് പഠിപ്പിച്ചത്? പ്രഭാഷണ വേദിയിൽ വന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പോലെയുള്ള കൂഷ്മാണ്ഡങ്ങളെ ന്യായീകരിക്കാൻ, ഇത്തരം വിവരദോഷികൾക്ക് കിരീടം വെച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ എമ്പാടും ആളുകളുണ്ട്. ഈ സക്കാഫി മനസ്സിലാക്കണം, നഫീസുമ്മ മരിച്ചുപോയി, നഫീസുമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി, അവരുടെ മക്കളെ എങ്ങനെ വളർത്തും? അവര് മൂലയ്ക്ക് പോയി ദിക്റും സലാത്തും ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഈ മക്കളെ എങ്ങനെയാണ് ഓരോ കൈകളിൽ ഇവർ ഏൽപ്പിക്കാൻ പറ്റുന്നത്? ഓരോ ജീവിതത്തിൽ എങ്ങനെയാണ് ഇവർക്ക് ഏൽപ്പിക്കാൻ പറ്റുന്നത്? അവരെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി. അപ്പൊ മക്കൾക്ക് കുറച്ച് ബോധം വെച്ച എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണ് എന്ന് മനസ്സിലായപ്പോ അവർക്ക് തോന്നി ഉമ്മയ്ക്കൊന്ന് ടൂറ് പോണം. ഉമ്മ മണാലി പോയതിന് എന്താ തെറ്റ്? ഏതെങ്കിലും ജാറത്തിൽ പോകണമായിരുന്നോ? മക്ബറകളിൽ പോകണമായിരുന്നോ? ഏതെങ്കിലും നൂറെ ഹബീബെ ഉസ്താദിന്റെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ പോകണമായിരുന്നോ? പ്രായമായ ഉമ്മയെ ഒന്ന് മഞ്ഞ് കാണിക്കണമെന്ന് തോന്നി, മണാലിയിൽ പോയി. അപ്പോഴാണ് അവര് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അറിയുന്നത്. അതുകൊണ്ട് അവര് ലോകത്തിന് വലിയ ഒരു സന്ദേശം നൽകി. 6 സെന്റ് ഭൂമിയുണ്ടോ മക്കളെ, 2 സെന്റ് വിറ്റിട്ടെങ്കിലും ലോകം കാണണം. ഒരു വലിയ ആശയമാണ് അവര് ലോകത്തിന് നൽകിയിട്ട് പോയത്. ഈ ഉസ്താദിന്റെ പ്രസംഗം ആ ഉമ്മയെയും മക്കളെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഇളയ കുഞ്ഞിന് 7 മാസം പ്രായമായപ്പോൾ നഫീസ് ഉമ്മയുടെ ഭർത്താവ് മരിക്കുന്നു. അവര് വീട്ടുവേലകൾ ചെയ്യുന്നു, കൂലിപ്പണി ചെയ്യുന്നു. ആ സമയത്തൊന്നുമില്ലാത്ത ദീനാണ് ഇവർക്ക്. ഈ സ്ത്രീ മക്കളെയൊക്കെ ഒരു കരക്കെത്തിച്ചപ്പോൾ, കല്യാണം കഴിപ്പിച്ച് ഓരോ കൈക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മക്കൾക്ക് ഉമ്മയെ ഒന്ന് സൽക്കരിക്കണം, ഉമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് തോന്നി. മൂലയ്ക്ക് ദിക്റും ചൊല്ലിയും ഇരുന്നെങ്കിൽ ഇവന്മാരുടെയൊക്കെ ഏതെങ്കിലും കമ്മിറ്റിക്കാര്, അതല്ലെങ്കിൽ പോട്ടെ ഇവന്മാരൊക്കെ പോയി മക്കൾക്ക് തിന്നാൻ കൊടുക്കുമായിരുന്നോ, ഉടുക്കാൻ കൊടുക്കുമായിരുന്നോ, പഠിക്കാൻ കൊടുക്കുമായിരുന്നോ? അപ്പോ ഇതെല്ലാം കഴിയും. ഇനിയിപ്പോ നഫീസുമ്മയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഈ ഭർത്താവ് മരിച്ചിട്ടില്ലെങ്കിൽ അവരിപ്പോ ഒഴിവാക്കി പോയതാണെന്ന് വിചാരിച്ചു. എന്നാൽ പോലും ഈ സ്ത്രീ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാൽ ഈ മക്കൾക്ക് ഓരോ പുരുഷന്മാരെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ പോലും ഈ ഒഴിവാക്കിയ ഭർത്താവിന്റെ കാല് പിടിച്ച് വിളിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇവന്മാരെയൊക്കെ ഇനിയെങ്കിലും
ഒന്ന് വെളിവ് വെക്കണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങണം. മണിക്കൂറുകൾക്കകം 5 മില്യൺ ആളുകൾ ആ സ്ത്രീയുടെ വീഡിയോ നെഞ്ചിലേറ്റിയെങ്കിൽ നഫീസുമ്മയുടെ വീഡിയോയ്ക്കാണ് ആളുകൾ ഉള്ളത്. അതല്ലാതെ അവർ ചിരിച്ചുകൊണ്ട് അവരുടെ അനുഭവം പറയുമ്പോൾ ഉള്ളു കരയുകയാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് നിറകണ്ണുകളോടുകൂടി അല്ലാതെ അവരുടെ വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല. ചെറിയ കുഞ്ഞിന് 7 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് എന്ന് പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളു വേദനിക്കുവാണ്. 8 സെന്റ് ഭൂമിയുണ്ട്, വിശ്രമമില്ലാതെ ജോലി ചെയ്തു, കുറിക്കു കൂടുന്നു, ലോൺ എടുക്കുന്നു. ഒരു സ്ത്രീ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള സ്ത്രീയാണ്, മക്കളെ വളർത്താൻ പ്രയാസപ്പെട്ടിട്ടുള്ള ആളാണ്. എനിക്കറിയാം, ഒരു കവർ ചിപ്സ് വാങ്ങി 4 ദിവസം 5 ദിവസം വരെ ഞാനും എന്റെ മക്കളും അത് മാത്രം കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. പച്ചവെള്ളവും കുടിച്ച്. എനിക്കറിയാം ഈ മക്കളെ വളർത്താൻ. മക്കൾ ഓരോ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കുട്ടികൾ ഓരോന്ന് കാണുമ്പോൾ മക്കളും ചോദിക്കും, എനിക്കൊരു ബാഗ് വാങ്ങി തരുമോ, എനിക്കൊരു പുതിയ യൂണിഫോം വാങ്ങി തരുമോ. എന്റെ മക്കൾക്ക് യൂണിഫോം ഞാൻ തിരിച്ചും മറിച്ചും തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നരയ്ക്കുമ്പോൾ അടുത്ത ഭാഗം. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് ദാരിദ്ര്യം അറിഞ്ഞ സാഹചര്യത്തിൽ വളർന്ന ആളാണ്. അപ്പൊ കൂലിപ്പണി എടുത്ത് ഈ മക്കളെ വളർത്താൻ ഈ തള്ള എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അവര് പറയുന്നുണ്ട്, റമദാൻ നോമ്പിന് ഞാൻ വീട്ടിലിരുന്നിട്ടില്ല, വിശ്രമമില്ലാതെ ഞാൻ ജോലി ചെയ്തു, അന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. സ്ത്രീകൾ സന്തോഷിക്കുമ്പോൾ ഇവന്മാരുടെയൊക്കെ കുരുക്കൾ പൊട്ടുന്നത് സ്ത്രീകൾ വെറും ഒരു പേറ് യന്ത്രമാണ് എന്നിവർ പറഞ്ഞു വെക്കുവാണ് വീണ്ടും വീണ്ടും വീണ്ടും. ഉപ്പയില്ലാത്ത 3 മക്കളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് അയച്ച് എന്നിട്ട് അവർ പറയുന്നു പടച്ചോന്റെ അനുഗ്രഹമാണെന്ന്. ശരി, അതവരുടെ വിശ്വാസം. അവർ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അവര് മതവിരുദ്ധയല്ല, അവരൊരു കാഫിറായിട്ടുള്ള സ്ത്രീയല്ല. ഇനി അവര് തലയിൽ തട്ടം കൂടി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അവരുടെ ഒരു വാക്കുകൂടി പറയണം, ഞാൻ ഹാപ്പിയാണ്, ഇനിയും എനിക്ക് യാത്ര ചെയ്യണം. ഒരു 16-കാരി എന്ന പോലെ തോന്നലാണ് നമുക്കും ഉണ്ടായത് അവരെ കണ്ടപ്പോൾ. ഇവിടെ CPM പ്രതിനിധികൾ ജന ഡിബേറ്റ് ബഹിഷ്കരിച്ചിട്ട് 1 വർഷത്തിലധികമായി. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെ വിളിക്കരുത് എന്ന് ഇടതുപക്ഷ സഹയാത്രികരും കോൺഗ്രസിന്റെ പ്രതിനിധികളും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഇല്ലാത്തത്. ഇതുകൂടി അറിയിച്ചുകൊള്ളട്ടെ. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ടീച്ചർക്ക് ശ്വാസം പൊട്ടി, ഒന്നും പറയാനില്ല. ഇപ്പൊ നമ്പ്യാരെന്തെങ്കിലും ചോദിച്ചിട്ടെ. അല്ല, ഇനി ഇതിന് മറുപടിയായിട്ട് മൗലവി വരും. എന്റെ പേര് പറയില്ലെന്നേ ഉള്ളൂ. മൗലവി മറുപടി പറയും. ഇന്ന് ഞാനൊരു മുസ്ലിം അല്ലേ, ഞാൻ പറയാം, ഞാൻ മുസ്ലിമാ, നിങ്ങളെ ഇഷ്ടല്ലേ? നമുക്ക് വേണ്ടപ്പാ, നിങ്ങളുടെ സ്വർഗം നമുക്ക് വേണ്ടപ്പാ. ഞാനതൊന്ന് പറഞ്ഞിട്ടൊന്ന് ലീവ് ചെയ്യൂട്ടെ, 8:15 അല്ല, നുസ്രത് ജഹാന് സ്വർഗം കിട്ടുമ്പോ മുന്തിരിച്ചാറ് കുടിക്കുമ്പോ ഒരു ഇച്ചിരി തരണേ, ശകലം തരാ. ഞാൻ നരകത്തിൽ നിന്ന് ചോദിക്കുമ്പോഴേക്കൊരു ശകലം. അയ്യോ, ഞാൻ എനിക്കായിട്ടൊരു സ്വർഗം ഉണ്ടാക്കുക, ഞാൻ ഓരോ സ്വർഗത്തിലേക്കല്ല. അല്ല, ഞാൻ ഉമ്മയോട് പറഞ്ഞതാണ്, ഉമ്മ ഏതായാലും സ്വർഗത്തിൽ പോലോ, അവിടെ എത്തിയിട്ട് എന്റെ മോൻ അവിടെ നരകത്തിലാണ്, മോനൊന്ന് സ്വർഗം ആഗ്രഹിച്ചാ മതി. ഞാൻ കൊറേ ആൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ഉണ്ടാവും. പക്ഷെ ഓരോതല്ല കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ഒരു രാജ്യം ഉണ്ടാക്കും, രാമരാജ്യം. പക്ഷെ ഇവരുടെ ഈ സ്വർഗം ആലുമ്പായിരിക്കും. നുസ്രത് ജഹാന് വലിയ സുഖകരമൊന്നും ആയിരിക്കില്ല. ഇല്ല, അവരുള്ളോടത്തേക്ക് ഞാൻ പോവില്ല എന്തായാലും. അതൊക്കെ വേണ്ട, ഞാൻ എപ്പോഴും പറയുന്നു. അയ്യോ, നുസ്രത് ജഹാനെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന്മാര് വിടത്തില്ല. ഓർക്കണം, സ്വർഗത്തില് അവിടെയും സൂക്ഷിച്ചാൽ നല്ലത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഓടി പോകുന്ന അവിടെ. ഈ ഉസ്താദുമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണോ? പുറത്ത് മാത്രം ഇങ്ങനെ പറയുന്നു, ഇനി അകത്ത് എങ്ങനെയാണ് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ ഇന്നിപ്പോ ഇവിടെ സംസാരിക്കുന്നത് ഒരു നബീസുമ്മയുടെ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുന്നേ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു ഉമ്മയുണ്ട്, അത് മാളിയേക്കൽ മറിയുമ്മയാണ്. ഈ 2 ഉമ്മമാരും നമ്മളുടെ നാട്ടില് പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് 2 മൈൽ സ്റ്റോൺസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മാളിയേക്കൽ മറിയുമ്മ എന്ന് പറയുന്നത് സ്ത്രീകളെ തീർത്തും അടച്ചാക്ഷേപിച്ച് അവരെ അടച്ചു പൂട്ടിയിട്ട് എന്താണോ താലിബാൻ ഇന്ന് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് അതേപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിട്ട് അവിടെ അവരുടെ വിദ്യാഭ്യാസം പോലും തടയുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഒരു പ്രതീകമാണ് മാളിയേക്കൽ മറിയം. അവര് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ വഴിയിലൊക്കെ മാറി നിന്ന് അവരെ പരിഹസിക്കുകയും അവരെ തുപ്പുകയും ഒക്കെ ചെയ്താൽ അവരെ പിന്തിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ 1930-കളിൽ സ്ത്രീകൾ വിദ്യ അഭ്യസിക്കരുത് എന്ന് പറഞ്ഞ സംസ്ഥ, ആ സംസ്ഥയാണ് ഇന്നും ഇവിടെയുള്ള സംസ്ഥ. അപ്പോ അന്ന് അവർ പറഞ്ഞ അതേ സാധനമാണ്. അതൊരു മൈൽ സ്റ്റോൺ. ഇന്നിപ്പോ നമുക്കറിയാം, കാലം മാറിയപ്പോ വിദ്യ അഭ്യസിക്കാതിരുന്നാൽ ശരിയാവില്ല.
അതങ്ങനെ പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ദേശീയ നയമായി മാറുമ്പോൾ അതില് മദ്രസയിൽ ഈ അറബി മലയാളം പഠിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോ സംസ്ഥ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് തൽക്കാലത്തേക്ക് പിശാചിന്റെ ഭാഷയാണെന്നൊക്കെ ഉള്ളത് മാറ്റി വെച്ച് മുന്നോട്ട് പോകാന്ന് പറഞ്ഞപ്പോ ഇന്നിപ്പോ അവർക്ക് എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്നത് അവരുടെ 1930കളിൽ മാളിയേക്കൽ മറിയമ്മയുടെ മേത്തേക്ക് അവരെടുത്തു വെച്ച മതത്തിൽ നിന്നും ആ ചാക്കിൽ നിന്ന് കൈയിട്ട് വാരി കഴിയുമ്പോൾ ഇന്ന് അവർക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? ടൂർ പോകാൻ പാടില്ല, സ്റ്റേജിൽ കയറാൻ പാടില്ല, ഇതുപോലുള്ള കുറച്ച് അല്ലറ ചില്ലറ തുരുമ്പെടുത്ത സാധനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതൊരു വലിയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇനി ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് നമ്മളുടെ മുക്കാൽ മീഡിയക്കാണ്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം മുക്കാൽ മീഡിയയുടെ പ്രതിനിധി, ആളുടെ പേര് ഞാൻ മറന്നുപോയി, എന്തായാലും ആൾ അവിടെ ഇരുന്നിട്ട് ഞാനും ഈ വീഡിയോ കണ്ടിരുന്നു, അതിലെ കമന്റ് ഞാൻ ശ്രദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഗീർവാണം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആള് പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ, അങ്ങനെ വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കീച്ചുന്നുണ്ടായിരുന്നു. ഞാൻ ആളോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയുടെ ഭാര്യമാര് അവര് വിധവ ആയി കഴിഞ്ഞപ്പോ എന്താണ് അവർക്ക് ചെയ്തത്? അവരുടെ അവകാശം എന്തായിരുന്നു? മുഹമ്മദ് നബി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. ഒരാളും എന്റെ പെണ്ണുങ്ങളെ തൊട്ടേക്കരുത്, ഒരാളും കെട്ടിയേക്കരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ മുഹമ്മദ് നബി, അതായത് ആഗോള ജനതയ്ക്ക് മാതൃകയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ഭാര്യമാർ അവരൊരു മൂലയ്ക്കായിരുന്നു. അങ്ങനെ അവരെ മൂലക്കിട്ടിട്ടാണ് മുഹമ്മദ് നബി ഇവിടുന്ന് പോയത്. അവരുടെ ആ പറയുന്ന ബാക്കി ഭാര്യമാര് മുഴുവൻ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അവര് വിധവകളായിട്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമവും തലയിൽ പൊക്കി പിടിച്ചൊരു മൂലക്ക് ഇരുന്നാണ് അവർ ജീവിതം കഴിച്ചു കൂടിയത്. 47 വർഷം നരകിച്ച് ജീവിച്ചു ആയിഷ. അതെ, ഞാനത് അവസാനം പറയാനിരിക്കുന്നു. അതായത് ഇവിടെ ഇരിക്കുന്ന 2 സ്ത്രീകള് ഇവര് പറയുന്നതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ഇതിനകത്ത് കൂടുതൽ പറയാനില്ല. സത്യം പറഞ്ഞാല് ഇവിടെ ഇതിനോടകം ജാമിദ ടീച്ചർ പറയുന്നത് കേട്ട് കാണും. ഇനി ഞാൻ ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഇതിനകത്ത് ജീവിച്ചിരുന്ന സമയത്ത് കൊണ്ടു നടന്നിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 99% ആ ഒരു സ്ത്രീവിരുദ്ധമായ നിലപാടുകൾക്കുള്ള ഊർജം അല്ലെങ്കിൽ അതിന്റെ ആശയ അടിത്തറ കിട്ടിയിരുന്നത് ഈ ഇസ്ലാമിന്നാണ്. അത് ഇവിടെ എന്നെക്കാൾ കൂടുതൽ ഇവിടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് അവസാനം പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആയിഷ അതല്ലെങ്കിൽ മറ്റു ഭാര്യമാർ ഇവരൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂലക്കാണ് ഇരുന്നത്, മുഹമ്മദ് നബിയുടെ ഭാര്യമാര് പോലും. ഇനി അതിന്റെ ഇടയിൽ ഇവര് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ചില വഴികളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. സഫ്വാനുമായിട്ടുള്ള ചില കഥകളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നടത്താതെ മാന്യമായ രീതിയിൽ അവര് സ്വന്തം മകളും അവരും ജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവര് ഒരു മാന്യമായ ഒരു ആഘോഷം കണ്ടെത്തുമ്പോൾ അതിനിതേപോലെ അവഹേളിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആയിഷ കാണിച്ച സഫ്വാനുമായിട്ട് ഒപ്പിച്ച പരിപാടി അല്ലല്ലോ ഇവരിവിടെ ചെയ്തത്. അവർ മാന്യമായിട്ടുള്ള രീതിയിലെ പണിയാണ് ഇവർ ചെയ്തത്. അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇനി അതും കൂടാതെ മുലകുടി ബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇതെന്തിനായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ആയിഷ ഉപയോഗിച്ചിരുന്നത്? അത് ഏറ്റവും കൂടുതൽ ഇവിടെ വിമർശന വിധേയമാക്കപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വെളുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം അങ്ങ് എയർ ചെയ്യുന്നു, അങ്ങ് സ്പേസിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഈ ഭാര്യമാരെ മൂലക്കിരുത്തിയതിന്റെ ബാക്കിയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതെല്ലാം നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോ നമ്മളിത് പറയും. ഇനി ഇസ്ലാമിനെ നിങ്ങൾ എടുത്തു നോക്കണേ, ഇസ്ലാമിന്റെ സ്ത്രീ വിരുദ്ധത അത് വിധവകളോട് മാത്രമൊന്നുമല്ല. സ്ത്രീ ഭരിക്കുന്ന ഇടം മുടിയും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. സ്ത്രീകൾ ഉള്ള സ്ഥലങ്ങൾ അവര് മൂലയ്ക്ക് വീട്ടിനകത്ത് ഇരുന്നാ മതി, വിദ്യ അഭ്യസിക്കരുത്, അവര് തുന്നലും പഠിച്ച് വീട്ടിൽ ഇരുന്നാ മതി. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഇത് നമ്മൾ പറയേണ്ടി വരികയാണ് ഇന്ന്. ഏതായാലും ഈ കാലത്ത് മൊത്തം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റമുണ്ട്. അതെന്താണ്, പണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരും, ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇടതുപക്ഷത്തിന് ആരും വരില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് ആരും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തും അതിനു മുന്നേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു വിമർശനമോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ആകുന്നത് ജനം ടിവിയോ അതല്ലെങ്കിൽ ഇതുപോലുള്ള സംഖി ചാനലുകൾ മാത്രമായിരുന്നു. എടുത്തു നിന്നും മാറിയിട്ട് ഇന്നിപ്പോ മറ്റു ചാനലുകളിലും ഇത് വാർത്തയാകുന്നു. പ്രചോദനമായിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറയുന്നത്. അതിൽ തീർച്ചയായിട്ടും ജനം ടിവിക്ക് അഭിമാനിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. മുക്കാൽ മീഡിയ ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇത് പൊതുവിഷയങ്ങളാണ്. ഇത് മനുഷ്യനെ, സ്ത്രീയെ ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അത് നമ്മൾ പച്ചയ്ക്ക് പറയേണ്ടടുത്ത് പച്ചയ്ക്ക് പറയണം. സ്ത്രീ അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക, മുസ്ലിം അല്ലേ എന്ന് വിചാരിച്ച് പറയാതിരിക്കുക, അതൊന്നുമല്ല. പറയേണ്ടത് നമ്മൾ പറയാ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ന് ആ ഒരു സെൻസിറ്റിവിറ്റി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡീസെൻസിറ്റൈസ്ഡ് ആയിരിക്കുന്നു നമ്മുടെ സമൂഹം എന്ന് നമുക്ക് വലിയൊരളവിലെങ്കിലും അത് അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയാം. അതിന് തീർച്ചയായിട്ടും ജനം ടിവിക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നും ഞാനിവിടെ പറയണം. അതിനൊരു അഭിനന്ദനവും ഞാനിവിടെ അർഹിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇനി എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഈ ചേലാകർമ്മം എന്ന് പറയുന്ന വിഷയത്തിലും കൂടി ജനം ടിവി കാര്യമായിട്ടൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അതിനൊരു അവബോധം സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ച് ഇന്നിപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു
പ്രചോദനം സ്ത്രീകൾക്കുണ്ടായാൽ സ്ത്രീകളുടെ കൈകളിലൂടെ പിറന്നു വീഴുന്ന ആ ആൺകുഞ്ഞുങ്ങളുടെ ജീവൻ അത് ഇതേപോലെ അപകടത്തിലാക്കുന്ന ഈ ചേലാക്രമം എന്ന് പറയുന്ന വിഷയത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടും അത് ഒന്ന് അതായത് തെറിവിളികളുടെ എണ്ണം ഇനിയും തീർച്ചയായിട്ടും കൂട്ടണം. നമ്പ്യാരെ സമാധാനത്തോടെ ജീവിക്കാൻ ആരിഫ് അനുവദിക്കില്ല. തെറിവിളിയുടെ അല്ല, ഇതൊരു സമൂഹത്തിൽ നവോത്ഥാന ശ്രമം എന്ന് പറയുന്നത് അത് ഇസ്ലാമിന് അന്യമാകാൻ പാടില്ല. മുസ്ലിം സമുദായത്തിനും അത് ലഭിക്കേണ്ടതുണ്ട്. അത് തടഞ്ഞിടുന്ന പണിയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ് ഒക്കെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് അവർക്ക് നോവും എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നു. അത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിടുന്ന ഒരു കാലഘട്ടത്തിൽ അതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് അതിന്റെ കടക്കൽ തന്നെ കത്തി വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച പ്രവൃത്തി അതിലിപ്പോ നമ്മളൊക്കെ അതിനകത്ത് ഭാഗമായിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി വേദി ഒരുക്കിയത് ജനം ടി വിയാണ്. അതിൽ എന്നും ഒരു നന്ദി ഞാൻ അറിയിക്കും. അതുപോലെ തന്നെ ഈ ഒരു മാറ്റത്തിന് കാതലായ ഒരു കാരണമായിട്ടുള്ള ജനം ടി വിക്ക് ആ അഭിനന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയം തുടർന്ന് ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഡോക്ടർ ആരിഫ് ഒറ്റ കാര്യം കൂടി ഈ ഉസ്താദ് പറഞ്ഞത് ഈ മുസ്ലിം സ്ത്രീ സമൂഹത്തിലെ എത്ര പേര് അവര് അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും? ഇത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നു 99% സ്ത്രീകളും ഉൾക്കൊള്ളില്ല. പക്ഷെ ഇത് ആരും പുറത്ത് പറയില്ലായിരുന്നു. പ്രതികരിച്ചാൽ പലതും അവർക്ക് നഷ്ടപ്പെടും, അവരെ ഭീഷണിപ്പെടുത്തും, അവർക്ക് അവരുടെ വീട്ടിൽ ചിലപ്പോൾ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവും. ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ അധികാരം മിണ്ടാത്തത്. പക്ഷെ ഇനി അതല്ല സ്ഥിതി. അത് മാത്രമല്ല ആരിഫെ, അത് മാത്രമല്ല കാരണം ഇവര് മിണ്ടാത്ത കാരണം മതം ഇവരുടെ തലച്ചോറിലേക്ക് ഇൻജെക്ട് ചെയ്തിരിക്കുന്നത് ചോദ്യം പാടില്ല, ചിന്ത പാടില്ല, എതിർ ചോദ്യങ്ങൾ, വിമർശനങ്ങൾ പാടില്ല. നരകഭയവും അതിലൊരു ഫാക്ടറാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് തന്നെയാണ് സത്യത്തിൽ ഇവരെ പിന്നോട്ടടിക്കുന്നത്. പല കാരണങ്ങളുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് ഞാൻ അത് പറയുന്നത്. കാരണം സ്ത്രീകൾ എംപവേർഡ് ആകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം അവർക്ക് സ്വയം തൊഴിലുണ്ടായി അവരൊരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സാഹചര്യം വേണം. അത് ഉണ്ടാവുന്നതിനനുസരിച്ച് ഈ ഉസ്താദുമാരൊക്കെ കട്ടപ്പുറത്താവും, ഒരു സംശയം വേണ്ട. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ യഥാർത്ഥ പൂരം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, വേദിയിൽ ഒരു പെൺകുട്ടിയെ വിളിച്ചതിന് ശകാരിച്ച സമസ്തയുടെ നേതാവിനെ നമ്മൾ കണ്ടതല്ലേ? ഇനി അത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവും. അല്ല, പക്ഷേ ആരിഫ് ഇതിപ്പോ പുറത്തു വീഡിയോ പുറത്തായത് കൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞത്. ഇല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്, പുറത്തു വരാത്ത. ഇന്നത്തെ കാലത്ത് വീഡിയോ പുറത്തു വരും. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അങ്ങനെ പുറത്ത് വരാത്ത കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിൽ ജീവിക്കുന്ന, നമ്മൾ പറയാറുണ്ടല്ലോ മലേറിയ എവിടെയാ വളരുക? അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇരുണ്ട അറകളിൽ വളരുന്ന സാധനമാണ്. ഇന്ന് തെളിച്ചം വന്നു, ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ മീഡിയ ഇതുപോലുള്ള സംഗതികൾ വരുമ്പോ ഇരുട്ടറകൾ അവിടെ വെളിച്ചപൂരിതമാകുമ്പോ അവിടെ ഇസ്ലാം എന്നല്ല മറ്റൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള മാരക വൈറസിന് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല. വെളിച്ചം തന്നെയാണ് ഇത്തരത്തിലുള്ള വിദ്യ, അതുപോലെ ടെക്നോളജി, ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ അന്ത്യം കുറിക്കുക. അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പൊ അതെ, വാർത്താ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, ഇനി മെയിൻ സ്ട്രീം മീഡിയ ഇത് കൂടുതൽ വാർത്തയാക്കുന്നു, അടുത്തത് സിനിമ, അതും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളുടെ സാധാരണ TV ചാനലിൽ നടക്കുന്ന പരിപാടികളിലേക്കും കൂടി ഇതങ്ങ് വരുന്നതോടുകൂടി പിന്നെ ഇസ്ലാമും മറ്റു മതങ്ങളും ഒക്കെ ഒരേപോലെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വലിയ മാറ്റം ഉണ്ടാവും. ആരിഫ് പറഞ്ഞത് ശരിയാണ് കേട്ടോ. കഴിഞ്ഞ റമദാൻ മാസത്തിൽ 6 മുസ്ലിം പെൺകുട്ടികളാണ് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നത്. അതെ. അപ്പൊ ആ ഒരു മാറ്റത്തിന് ഈ കാലഘട്ടത്തിൽ പെൺകുട്ടി ഇസ്ലാമിന്റെ വളരെ ചിട്ടയെ സ്പ്രേ പോലും അടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഈ കാലഘട്ടത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രചാരം വർദ്ധിക്കും എന്നുള്ളത്. അന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്തും ആ ഉസ്താദ് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഇനിയിപ്പതൊക്കെ അങ്ങോട്ട് പോകില്ലേ മേപ്പെട്ട് എന്നാണ് അന്ന് ചോദിച്ചത്. ഓർക്കുണ്ടോ അറിയില്ല. ആ പേടിയാണ്. അതായത് പടച്ചോനേക്കാൾ വലിയ പേടി സോഷ്യൽ മീഡിയനെയാണ്. മേപ്പെട്ട് അങ്ങോട്ട് പോകില്ലേ സോഷ്യൽ മീഡിയയിൽ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം പടച്ചോനേക്കാളും വലിയ പേടി ഇന്ന് ഈ സോഷ്യൽ മീഡിയനെയാണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഉസ്താദുമാരുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകും. ഉസ്താദുമാരുടെ ഞാനിപ്പോ അത് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന ഉസ്താദുമാരുടെ വീട്ടിലുള്ള ആളുകൾ, അവര് മിക്കവാറും ആളുകൾ മതം വിട്ട ആളുകളോ അല്ലെങ്കിൽ മതം വിട്ട് മുനാഫിക്കുകളായിട്ട് മതമില്ലാതെ ജീവിക്കുന്ന, എന്നാൽ മതമുണ്ട് എന്ന് കാണിച്ച് അഭിനയിച്ച് ജീവിക്കുന്ന ആളുകൾ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയുള്ള ആളുകളെ ഇന്ന് ഇവിടുത്തെ ഒരു മതസംഘടന, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. മതസംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുജാഹിദ് നേതാവാണ്. അത്രയും ക്ലൂ ഞാൻ തരാം. ആ മുജാഹിദ് നേതാവിന്റെ വീട്ടിൽ അവരുടെ സ്വന്തം മക്കൾ എക്സ് മുസ്ലിങ്ങളാണ്. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്ന ആളുകളാണ്. ആരിഫെ, വേറൊരു വിഷയം കൂടെ ഞാൻ പറയാം. മുജാഹിദിന്റെ ഏറ്റവും വലിയ സംവാദകൻ എന്റെ അധ്യാപകനാ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ജാമിദയുടെ ഫാൻസ് ആണെന്ന്.
ഭാര്യയും മക്കളും. ഓക്കെ, അപ്പൊ അല്ല, അത്രയും ഞാൻ എന്തായാലും പറഞ്ഞു. ആരിഫ് ഹുസൈൻ നിങ്ങളുടെ സംഘടന എങ്ങനെ വിപുലമാക്കുക അല്ലേ? തീർച്ചയായിട്ടും സംഘടനയല്ല, അംഗബലം. അതിനും ജന ടിവിയോട് നന്ദി പറയണം പ്രത്യേകം കേട്ടോ. തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ശരി, തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഓക്കെ, ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, ഒരു മീറ്റിംഗ് ആണ്. പിന്നെ കേട്ടാ മതി കേട്ടോ. യെസ്, കേൾക്കണം. തീർച്ചയായിട്ടും. കേൾക്കണം. കോംപ്ലിമെന്റും പറയണം നുസ്രത്ത് ജഹാന്. പാവം, ഇന്നലെ ഷാക്കിറിനെ പൊരിച്ചതിന്റെ വിഷമത്തിൽ വന്ന അന്നേരം മുതൽ വെള്ളം കുടിക്കുക ആള്. അറിയോ, അത് കേട്ടെ. അല്ല, ഇരിക്കുന്നുണ്ടോ രണ്ടുപേരും? ഞാനൊന്ന് ഇറങ്ങുകയാണ്. ശരി, ടീച്ചർ ഉണ്ടോ? ഞാനൊരു 15 മിനിറ്റ് കൂടി ഇരിക്കാം. മോള് വിളിക്കും, എന്നാലും ഇരിക്കാം. ശരി, ഓക്കെ, അപ്പൊ കാണാം. Okay. യെസ് യെസ്, താങ്ക് യു. ബൈ. അപ്പൊ എല്ലാവരോടും ബൈ. ഞാനൊരു TV ചർച്ചയിലാണ്. മോള് പപ്പയെ വിളിക്കുവോ? ഫോണിൽ ചാർജ് കിട്ടുക പറയാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഒരു ചാനൽ ചർച്ചയിലാണ്. മോള് പപ്പയെ വിളിക്കുവോ? ആ ശരി. ഈ കാലഘട്ടത്തിലും മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്താനാണല്ലോ ഇവരെത്രയും ധൃതി കാണിക്കുന്നത് അല്ലേ? പെണ്ണുങ്ങള് മതിയായിട്ടില്ല, ധൈര്യമില്ല. നമ്മളെ ധൈര്യമില്ലാത്തത് മാത്രമല്ല, അതായത് ഈ ജഹാനും ജാമീദമാരൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആരിഫ് പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്തെങ്കിലും നേരം വിളിക്കോ? എവിടെ നിങ്ങളെ എന്നെ സംഘീന്ന് വിളിക്കൂ. നമ്മളെല്ലാരും കൂടി സംഘികൾ ഇതാക്കിയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പറയണ ആൾക്കാരാവും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക്. നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെയോ ഇസ്ലാമിനെതിരെയോ ഒന്നും ഞാനും നിങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലത്തുള്ള മൊല്ലാക്കന്മാർക്ക് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കാരണം സ്ത്രീകൾ ഏറ്റവും അധികം വിവേചനം അനുഭവിച്ച ചരിത്രത്തിൽ ആദ്യം തൊട്ടേ ആയിഷ ബീവി, ഖദീജ ബീവി തൊട്ട് കാലം തൊട്ട്, ഇസ്ലാം ഉണ്ടായ കാലം തൊട്ടേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പോ ഈ നിമിഷം വരെ, നബിസുമ വരെ. അപ്പോ ഇതിനെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇതിന്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതന്നെ പിന്നെ സ്ത്രീകളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടില്ല ആദ്യം തൊട്ടേ. അതിനു വേണ്ടിയാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെട്ടത്. സ്ത്രീക്ക് സ്വത്തവകാശം, പിന്നെ എന്താണ്, വിവാഹ സ്വാതന്ത്ര്യം, പിന്നെ ഭർത്താവ് മരിച്ച വിഡോക്ക് കിട്ടേണ്ട അത് വിധവകൾക്ക് കിട്ടേണ്ട പിന്നെ പരിഗണന, ഇതൊന്നും ഇസ്ലാമിൽ തരാത്ത കാരണം എന്താണ്? അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. പിന്നെ ഞാൻ സംഖ്യയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നീ പണ്ഡിതയാണോ എന്ന് ചോദിക്കും. അപ്പൊ തട്ടോണ്ട് തന്നെ നമുക്കൊന്ന് പറയാം, പണ്ഡിത തന്നെ. പണ്ഡിത വെച്ചാല് സൂറത്ത് അൽ ബഖറയിലാണ് ഇത് 234-35 ആയത്തുകൾ ഇറങ്ങിയത് വിധവകളെ പറ്റി. ഈ വിധവ 25 വർഷം മുമ്പ് നബീസുമ്മ പിന്നെ ഭർത്താവ് മരിച്ച ആളുകൾ ഓതി കുത്തിയിരിക്കണം, ദിക്റ് ചൊല്ലി കുത്തിയിരിക്കണം എന്നാണല്ലോ ഇപ്പൊ ഇയാൾ പറയുന്നത്. അത് പറയണ ഇതിന്റെ ഒരു വലിയ കാര്യം, ഇതിന്റെ പിന്നില് ഈ ഖുർആനില് പറഞ്ഞ ഒരു ആയത്തിനെ വെച്ചാണ്, 2 ആയത്തുകളെ വെച്ചാണ് ഈ വിധവകളെ ഇവർ ക്രൂശിക്കപ്പെടുന്നത്. അതിലെന്താണ് പറഞ്ഞ ഉദ്ദേശിച്ചതെന്നുള്ളൂ. പിന്നെ ഒരു വിധവ ആയി കഴിഞ്ഞാൽ ആ പെണ്ണ് കല്യാണം ആലോചിക്കാൻ, ആ പെണ്ണിന്റെ സെക്കൻഡ് മാരേജിനുള്ള സമയം 4 മാസവും 10 ദിവസവും. യുദ്ധകാലം എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഏർപ്പാടുണ്ട്. അതിന് ഭയങ്കര ഘോരം അതിനെ സപ്പോർട്ട് ചെയ്യും ഈ സുന്നി, ഇപ്പൊ ഈ കാന്തപുരം വിഭാഗവും മുജാഹിദ് വിഭാഗവും. ഏറ്റവും അധികം കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയ. അതിന്റെ ഒരു നേതാവ് അതിനെ പറ്റി പ്രസംഗിച്ചത് നമ്മളൊരു മുസ്ലിം കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു വിമൻസ്. അപ്പൊ അത് യുദ്ധകാലത്തിനെ പറ്റിയിട്ടായിരുന്നു അത് പറയുണ്ടായിരുന്നു ഒരു കാര്യം. പിന്നെ സ്വത്തവകാശത്തിനെ പറ്റി അതിന് കോടതിയിൽ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ യുദ്ധകാലത്തിനെ പറ്റി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. യുദ്ധകാല ശരീഅത്തിലെ വലിയൊരു അനാചാരമാണ്. ഇവരിപ്പോ തിരിച്ചിപ്പോ ഇതിന്റെ അടിയിൽ വന്നെഴുതു, നിങ്ങൾ സതി അനുഷ്ഠിച്ചിട്ടില്ലേ? അതല്ല ഇന്ത്യയാണ്. ഭാരതത്തിലെ സതി അനുഷ്ഠിച്ചത് ഏത് കാലാന്നുള്ളത് കൂടെ ഒന്ന് ഞാൻ വ്യക്തമാക്കാം. മുഗളന്മാർ ഇവിടുന്ന് പോയപ്പോ അവരെ ആക്രമിച്ച ഈ കാട്ടാളന്മാരെ മുമ്പ് അവർക്ക് ആത്മഹത്യ ചെയ്യാൻ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവരുള്ളതിനെ നല്ലതിനെ നശിപ്പിക്കാന്നുള്ള ആ രാജാക്കന്മാര് ചെയ്യിപ്പിച്ചതാണ് ആ സതി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതേപോലെയാണ് ഇസ്ലാമിലെ ചരിത്രവും. ഇവര് ആ കാലഘട്ടവും ഈ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇവര് എഴുതി വെച്ചതില്
ഈ ശരീഅത്ത് നിയമത്തിലുള്ളതാണ് യുദ്ധകാലം. 4 മാസവും 10 ദിവസവും അവൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് ഗർഭം ഉണ്ടോന്ന് നോക്കാൻ, മരിച്ച ഭർത്താവിന് ഗർഭം ഉണ്ടാവാൻ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാലയളവ്, അത് ഒരാർത്തവത്തിന്റെ കാലയളവാണ് കാത്തിരുന്നത്. പിന്നെ സ്വത്തവകാശം, ഭർത്താവിന് എന്തെങ്കിലും കടബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കേണ്ടത് ആ കാലത്ത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കും അന്ന് സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുക ഇത് എഴുതിയ കാലത്ത്. അപ്പൊ ആ സ്ത്രീക്കാണ് ആ ഭർത്താവിന്റെ കടബാധ്യതകൾ വീട്ടി അടുത്തൊരു ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനുള്ള സമയത്തിനെ പറ്റി മാത്രമേ ഖുർആൻ പറഞ്ഞിരുന്നുള്ളൂ. അല്ലാതെ യുദ്ധകാലം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച് മറവ് ചെയ്യുമ്പോ എന്താ പലർക്കും അത് കേട്ടിട്ടുണ്ടാവില്ല, നമ്മളത് വിശദീകരിക്കണം. ഭർത്താവ് മരിച്ചങ്ങോട്ട് പോയാൽ ഈ പെണ്ണിനെ ഇവര് റൂമിലേക്ക് എടുത്തു, വെള്ള തുണിയും കുപ്പായൊക്കെ അങ്ങോട്ട് ഇടിച്ച് മക്കനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇടിച്ചിട്ട് കഴുത്തിലും പ്രാതത്തെ എല്ലാം ഊരി അങ്ങോട്ട് വെക്കും പൊന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ കെട്ടി അങ്ങോട്ട് ഇരിക്കും. വാതിലുള്ള വാതിലിന്റെ മേലെ ഒരു മറ തൂക്കും, മറ ഇരിക്കുക. ഇതിനതാ പറയുക, ഇതാന്നുള്ളതിന്റെ വേർഡ് പറയുന്നത് നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെ മറ ഇരിക്കും. എന്നിട്ട് ആ പെണ്ണിന്റെ മരുമകനെ കാണാൻ അധികാരമുണ്ട്, ഭർത്താവിന്റെ സഹോദരന്മാരെ, കുടുംബത്തിലെ വേറെ ആള്, വാപ്പ ആങ്ങള അല്ലാത്ത ഒരാണിനെ അവര് കാണാനില്ല. എന്നിട്ട് കൈ കഴുകാൻ വെള്ളം ഈ വീട്ടുകാര് കൊണ്ടു കൊടുക്കും ഈ പെണ്ണിന്. പുറത്തിറങ്ങിയാൽ ഡൈനിങ് ടേബിളിൽ വരുമ്പോ പിന്നെ ആരെങ്കിലും കാണുമല്ലോ, പെണ്ണിനെ കാണാനും പാടില്ല, പെണ്ണ് ഒരാണിനെ കാണാനും പാടില്ല. ഇവരുടെ സ്ത്രീത്വത്തെയാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. സ്ത്രീ എന്നുള്ള ഒരു വസ്തുവിനെ അവർ കൊല്ലാണ് മരിച്ച ഭർത്താവിന്റെ കൂടെ. ഇതിനാണ് യുദ്ധകാലം പറയുന്നത്. അതന്നെയാ ഇപ്പൊ ആ ഉസ്താദ് പറഞ്ഞത്, അത് ഉദ്ദേശിച്ചാണ് ഈ ഉസ്താദ് പറഞ്ഞത്, എല്ലാ ഉസ്താദുമാരും പറയും. എന്നിട്ട് കൈ കഴുകാൻ വെള്ളം, ആ ബെഡിൽ കാല് നീട്ടി ഇരിക്കുന്നിടത്ത് കൈ കഴുകാൻ വെള്ളം. ചില പൊട്ടന്മാര് പെണ്ണുങ്ങൾ അതൊക്കെ എനിക്ക് തിന്നാൻ കിട്ടുന്ന ഇവിടെ സുഖമായിട്ട് ഞാൻ പണിയെടുക്കേണ്ട, അടുക്കളയിലൊക്കെ കുറെ കാലം പണിയെടുത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഓലെ ഹാപ്പി. അല്ലാത്തൊരു പെണ്ണിനെ വെച്ച് വെക്കും 4 മാസവും 10 ദിവസവും അവിടെ ഉണ്ടാക്കുന്ന കോഴിയും ബിരിയാണിയും നേർച്ചക്കും ഉണ്ടാക്കുന്നതും മരിച്ച വീട്ടിൽ ഉണ്ടാക്കണ ഒക്കെ കൊടുത്ത് ഈ പെണ്ണ് വീർത്ത് പുറം ലോകം കാണാതെ, ഒരു മനുഷ്യനെ കാണാതെ, പുറത്തേക്ക് ഇറങ്ങാതെ, അസുഖം വന്നാൽ പോലും അവിടെ മരുന്ന് കൊണ്ടു കൊടുക്കുക. ഈ വിധത്തിൽ ജീവിക്കുമ്പോ ഈ പെണ്ണ് ഫുൾ ഡിപ്രഷനായി 4 മാസം 10 ദിവസം കഴിയുമ്പോൾ ഈ പെണ്ണിന് ഭർത്താവും വേണ്ട, കുടുംബവും വേണ്ട. ഡിപ്രഷനുള്ള ഒരു ഡോക്ടറെ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്തായിരിക്കും ആ പെണ്ണിനെ കൊണ്ടു. അതുപോലെ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇവരുടെ എല്ലാം വീടുകളിൽ. അതാണ് ഈ ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയാണ് UCC ഇവിടെ ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് വരണം എന്നുള്ള നമ്മൾ ഇത്രയധികം ശക്തമായി പറയുന്നത്. ഇതൊന്നും ആരും ഉയർത്തി പറയാറില്ല. കാരണം ഒരു മതപണ്ഡിതന് പറയണതിനോ ഒരാൾ ഇതിനെ എതിർക്കുന്നതിനോ ഒരു നേതാവിന് അത് പോയി പറയാം. ഞാനും ഒരു നേതാവ് തന്നെയാണ്, ഞാൻ പറയും, ഞാൻ ഇന്ദ്രപ്രസ്ഥയിലിരുന്ന്, നീ ഇന്ദ്രപ്രസ്ഥ ഒരു പെണ്ണാ ഭരിക്കുന്നത് അല്ലേ, അപ്പൊ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ പറയും അതിന്. കാരണം ശരീഅത്ത് നിയമം നമുക്ക് വേണ്ട. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത്, ഡെമോക്രസി ഉള്ള ഒരു രാജ്യത്ത് നമുക്ക് ഇതുപോലുള്ള ഇവിടെയുള്ള നിയമങ്ങൾ മതി. ഇവിടെ എല്ലാം ഉണ്ടല്ലോ, സ്ത്രീക്ക് അവകാശങ്ങളുള്ള, മരിച്ചൊരു മയ്യത്തിന് വരെ അല്ലെ ഒരു ബോഡിക്ക് വരെ അവകാശങ്ങളുള്ള, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചൊരു രാജ്യത്ത് എന്തിന് സ്ത്രീയുടെ ഭർത്താവ് മരിച്ചവളെ അകത്തിരുത്തണ്? അങ്ങനെ ആ പെണ്ണിനെ തകർക്കപ്പെടുക ചെയ്യണേ. പിന്നെ ആ പെണ്ണിന് ഒന്നും വേണ്ടി വരില്ല. ആക്ച്വലി ഞാൻ കണ്ടിടത്തോളമുള്ള 50% പെണ്ണുങ്ങളും അവർ മാനസികമായി തകർന്ന് പിന്നെ അവർ ആമക്കളെ കസ്റ്റഡിയിലാവും, മരുമക്കളെ കസ്റ്റഡിയിലാവും. പിന്നെ അവൾക്ക് വായ പൊതുക്കാനുള്ള ഒരു ഇതില്ല, പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ച്. അപ്പൊ ചോദിക്കില്ലേ പെണ്ണുങ്ങൾ, ഇപ്പൊ നമ്പ്യാർ ചോദിച്ചു, പെണ്ണുങ്ങൾ ഇതിനൊക്കെ എതിർക്കൂലേ? പെണ്ണുങ്ങളെ മനസ്സിൽ എതിർക്കണം എന്നുണ്ട്, ആർക്കും ധൈര്യമില്ല. ഇപ്പൊ കുറെ നുസ്രത് ജഹാന്മാരൊക്കെ ഉണ്ടായി വരും, കുറച്ചൊക്കെ അതുണ്ടായി വരട്ടെ വിചാരിച്ച് തന്നെയാണ് ഇങ്ങനെ സംഘികൾ ഇരുന്ന് ചർച്ച ചെയ്യണത് സംഘി ചാനലില്. എന്തായാലും സംഘി ചാനലിൽ എല്ലാരും കാണുന്നുണ്ട്, നിങ്ങളാ സന്തോഷിച്ചോട്ടോ. ജനൻ TV മാത്രമാണ് ഇതുപോലത്തെ കാര്യങ്ങള് ചർച്ച ചെയ്യണതും. അതുകൊണ്ട് ഇന്ന് 2-3 ചാനലും ഇതേ ഈ നബി സുമ്മാന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ നബി സുമ്മാനോടും മക്കളോടും എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നബി സുമ്മാൻ മക്കളും പേടിക്കണ്ട. കാരണം മറ്റൊരു നബി സുമ്മാന്റെ മോളാണ് ഞാൻ. എന്റെ 10ാമത്തെ വയസ്സിൽ എന്റെ ഉപ്പ മരിക്കുമ്പോ എന്റെ ഉമ്മക്ക് 26 വയസ്സാ. ഞാൻ മൂത്ത മകള്, എന്റെ താഴെ 3 കുട്ടികള്, ചെറിയ പറക്കം പറ്റാത്ത 3 കുട്ടികളുള്ള എന്റെ ഉമ്മനെ എടുത്താനും ഒന്നുമില്ല. ഗൾഫിൽ വെച്ച് മയ്യത്ത് പോലും കൊണ്ടുവരാത്ത മാപ്പാനെ അവിടെ മറവാടി കഴിഞ്ഞപ്പോ ഇവിടെ ഉമ്മക്ക് പോവാന് സ്വത്തുക്കളൊക്കെ അവരെടുത്ത്, പിന്നെ ഉള്ളത് കിട്ടാനിരിക്കണ പ്രൗഢം ഫണ്ട് പോലത്തെ സാധനത്തിന് അതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ എൻ്റെ അമ്മ എവിടെയെങ്കിലും പോകണം. അതിനൊക്കെ വലിയ വിഷയമാണ് വീട്ടില്. അത് കഴിഞ്ഞ് ഞങ്ങളെ സ്കൂളിൽ, കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നത് കട്ടാക്കുക, മാവൂരിന്ന് കോഴിക്കോട് വരാൻ 1 മണിക്കൂർ ദൂരം. അപ്പം ബാപ്പ മരിച്ച മക്കൾ എന്തിനാണ് അങ്ങനെ വിടുന്നത്? പാവാട ആപ്പാവാട, തലയിൽ തട്ടയില്ല, ഉമ്മ ഡിലേതാണ്, ആ കയ്യൊക്കെ ഇടണ ഉമ്മയായിരുന്നു എൻ്റെ ഉമ്മ. പിന്നെ ഫുൾ കയ്യൊക്കെ ഇട്ടിട്ടോ.
ഇവരെല്ലാം പറഞ്ഞു ഇമ്മക്ക് അവരെ വായ അടക്കാൻ വേണ്ടി. കാരണം ഞങ്ങളെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ള എന്റെ നബീസുമ്മന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഉപ്പന്റെ വിഷനിൽ ഞങ്ങളെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത്. അതന്നെയാ എനിക്ക് ഈ നബീസുമ്മനോടും മക്കളോടും പറയാൻ. തോൽക്കരുത്, നിങ്ങൾ മുന്നോട്ട് ഇറങ്ങണം. എല്ലാ സദസ്സിലും നിങ്ങൾ പോണം. മൊയ്ലിയാമാരെ വായ അടപ്പിക്കാൻ നമ്മളൊക്കെ ഉണ്ട് ഈ നാട്ടില്. ഇനി ഇവരൊക്കെ നമ്മളൊന്നും ചെയ്യാനുള്ള കഴിവില്ല. എല്ലാ പെണ്ണുങ്ങളും ഇറങ്ങി വരണം. ഈ രാജ്യം ഭരിക്കുന്നത് സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങളും കൊടുക്കുന്ന ഒരു നേതാവിന്റെ കീഴിലാണ് ഇന്ന് ഈ രാജ്യം. എല്ലാ പെണ്ണുങ്ങളാണ് രാജ്യത്ത് അല്ലെ, ശക്തമായ സ്ഥാനങ്ങളിലെല്ലാം പെണ്ണുങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിന്റെ മുന്നിലായിട്ട് നമുക്ക് അഭിമാനത്തോടെ പറയാം. ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സ്ത്രീ മാതാവ് അമ്മയാണ് ശക്തി. ടീച്ചറെ, ഈ തിരുവനന്തപുരത്തെ അറബിക് കോളേജിലെ പീഡനം 13 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതിനെതിരെ ഒരു ഉസ്താദും മിണ്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ മലദ്വാർ ഗോൾഡ് കടത്ത്, അതിനെതിരെ ഏതെങ്കിലും ഉസ്താദ് പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇതുപോലെ കുറെ വിടുവായന്മാർ, ആര് അടപ്പിക്കും ഇവരുടെ വായ? മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട് നല്ല രൂപത്തിൽ. ഇപ്പൊ ഈ വിഷയം വന്നതിന് ശേഷം തന്നെ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ എന്നെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ, ഞങ്ങളുടെ ശബ്ദമാണ്, ശക്തമായിട്ട് നിങ്ങൾ പറയണം. ഇവർക്കൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും ഫിനാൻഷ്യലി ഫ്രീഡവും കിട്ടിയാൽ ഇവരത് പറയും. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റില് ഒരു MP, എന്താണ്, ഒവൈസി, അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം നമ്മൾ കേട്ടതാണ്. തലയിൽ തട്ടമിട്ട ഒരു പെണ്ണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതും വർഗീയത ഉണ്ടാക്കുന്നതും മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടനയെ അപമാനിക്കുന്നതുമായിട്ടൊരു പ്രസ്താവനയാണ്. ഇടകലരരുത്, ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുന്ന മതത്തെ സംബന്ധിച്ച് പറഞ്ഞതും ജനാധിപത്യത്തെ തുണിപൊക്കി കാണിക്കുന്നതിന് തുല്യമായിട്ടൊരു പ്രസ്താവനയാണ്. അതായത് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം, തടസ്സമില്ല. തലയിൽ തട്ടമിട്ട പ്രതിഭാ പാട്ടീൽ ഇവിടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. ടർബൻ ചുറ്റിയ മൻമോഹൻ സിംഗ് ഭരിച്ചിട്ടുണ്ട് നമ്മളെ. ഒരു ഹിജാബ് ഇട്ടതോ ടർബൻ ചുറ്റിയതോ ജീൻസും ടോപ്പും ഇട്ടതോ അതല്ലെങ്കിൽ നൈറ്റി ഇട്ടതോ ഇതൊന്നുമല്ല ഒരാളെ ഒരു പദവിക്ക് അർഹനാക്കുന്നത്. ഹിജാബ് ഇട്ട ഒരു ആയിഷയോ ഒരു ഖദീജയോ ഒരു നഫീസുമ്മയ്ക്കോ ഇന്നുവരെ അത് സാധിക്കാതെ പോയത് നമ്മുടെ രാജ്യം വർഗീയമായതുകൊണ്ടല്ല, ഇവരുടെ ഈ മതത്തിന്റെയും ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാരായിട്ടുള്ള തലച്ചോറ്, മതത്തിന് പിന്നിൽ പണയം വെച്ചിരിക്കുന്ന, മതമാകുന്ന ക്യാൻസർ തലച്ചോറിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം പിന്തിരിപ്പന്മാരുടെയും കുഴപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 പ്രസിഡന്റുമാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരുണ്ടായിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു വനിത മാത്രമേ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ളൂ. വനിതകളുടെ കാര്യത്തിൽ നമ്മൾ എത്രയോ പുറകിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. മതം നോക്കിയല്ല, രാജ്യത്തെ വനിതാ പിന്നോക്ക അവസ്ഥയാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുന്നത്. തലയിൽ തൊപ്പി വെച്ച്, മീശ വെടിച്ച്, താടി വെച്ച്, മതമൗലികവാദത്തിന്റെ എല്ലാ അടയാഭരണങ്ങളും എടുത്തണിഞ്ഞ് ഇന്നും ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലെയുള്ള മൂരാച്ചികൾ ഇരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ മഹത്വമാണത്. സ്ത്രീകളെ വസ്ത്രത്തിനകത്ത് തളച്ചിടാൻ നോക്കുന്നത്, മുഖം പോലും പുറത്തു കാണിക്കാൻ അനുവദിക്കാതെ അവരെ ഇങ്ങനെ ഒരു പേറിയന്ത്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്, വിദ്യാഭ്യാസത്തെക്കാൾ മതമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്ന പിന്തിരിപ്പന്മാർ ഈ വിഭാഗത്തിനകത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളെ പിന്നോട്ട് നയിക്കുന്നത്. ഇവരുടെ മതം തന്നെയാണ് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ നിന്നും അവരെ തടയുന്നത് എന്ന് മനസ്സിലാക്കി 19കാരി മലപ്പുറത്തിന്റെ മണ്ണിൽ പൈലറ്റായ നാടാണിത്. സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ കാല് തല്ലി ഓടിച്ചത് അയൽവാസിയായ മുഹമ്മദ് യൂസഫാണ്. മലപ്പുറംകാരിയുടെ, പെരിന്തൽമണ്ണ സ്വദേശിയുടെ ആ മണ്ണിൽ നിന്നും ഒരു പൈലറ്റ് ഉയർത്തെഴുന്നേറ്റ് വന്നത് ഈ മതത്തിന്റെയും ഈ മതത്തിന്റെ ക്യാൻസർ ആകുന്ന ആശയങ്ങൾ പേറുന്ന ഇത്തരം ഊരാച്ചികളെയും വലിച്ചെറിഞ്ഞിട്ട് അവരെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ്. ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ ഇലക്ഷന് നിൽക്കുന്നത് പോലും മതവിലക്കുകളെ പരിഗണിച്ചിട്ടല്ല, അവഗണിച്ചിട്ടാണ്. ഇവിടെ നടത്തുന്ന ഹിജാബ് അനുകൂല പോരാട്ടങ്ങൾ, പ്രസ്താവനകള് മുസ്ലിം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയല്ല. അവരെ ഒരു വസ്ത്രത്തിനകത്ത് കെട്ടിയിടാനും പേറിയന്ത്രമാക്കി അടിമക്കുപ്പായത്തിനകത്ത് തളച്ചിടുന്നതിന് വേണ്ടിയാണ്. അവരുടെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും സ്വാതന്ത്ര്യത്തെയും വിദ്യാഭ്യാസത്തെയും സ്വപ്നങ്ങളെയും ഒക്കെ വരി ഉടയ്ക്കാനുള്ള പ്രാകൃതമായിട്ടുള്ള ഒരു മത തലച്ചോറിന്റെ ഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ് ഇത്. നഗ്ന സത്യമാണ് എന്ന് മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് മൗലികവാദികള് ഇവരുടെ ലക്ഷ്യം എന്താണ്? നാളത്തെ അഫ്ഗാനാണ്, നാളത്തെ താലിബാനികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു താലിബാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ പേര് ഇവര് ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിൽ പോലും ഇത്തരം പിന്തിരിപ്പന്മാർ ഇത്തരം ആശയങ്ങൾ പുറത്തു പറയുമ്പോൾ മുസ്ലിം സ്ത്രീകൾ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരും. ഇയാൾ നടത്തിയ പ്രസ്താവന
ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ചർച്ചയ്ക്ക് എടുത്തുള്ളൂ? ഉറപ്പായിട്ടും നമ്മൾ ഈ വിഷയം ജനം TV ചർച്ച ചെയ്യുമെന്നറിയാം. എന്നെ പോലെയുള്ള ആളുകൾ, നുസ്രത് ജഹാനെ പോലെയുള്ള ആളുകൾ ഇതിനകത്ത് വന്ന് അഭിപ്രായം പറയുമെന്നും അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടിട്ടില്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ ഇത് മാറ്റും നിങ്ങളെ താൻ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ അടുത്ത 500 വർഷമായിട്ട് മുസ്ലിങ്ങൾ തന്നെയായിരിക്കും അഫ്ഗാൻ ഭരിക്കുന്നത്, ഇറാൻ ഭരിക്കുന്നത്, ഇറാഖ് ഭരിക്കുന്നത് എന്നിവര് പറയുമ്പോഴും മുസ്ലിം സ്ത്രീകൾക്ക് വീട്ടിൽ ജനല് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അഫ്ഗാനിൽ എന്ന് ഇവര് മറന്നു പോകുകയാണ്. അടുത്ത ഇലക്ഷൻ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷെ ഉവൈസിയെ പോലെയുള്ള ആളുകളെ ആരാണ് തെരഞ്ഞെടുക്കുന്നത് എന്നത് ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ്. ഇവര് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുവാണെന്ന് വിചാരിക്കും നമ്മൾ. ഉസ്താദ് പറഞ്ഞത് ഇസ്ലാം മത നിയമമാണെന്ന്. എത്ര ആളുകൾ ഇയാള് പറഞ്ഞതുപോലെ മുസ്ലിം സ്ത്രീകളെ തളച്ചിടാൻ ശ്രമിക്കും. ഞാൻ 13 മക്കളിൽ ഒരാളാണ്. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് എന്റെ വാപ്പച്ചി. എന്റെ ഉമ്മ പാറമടയിൽ മെറ്റിലടിക്കാൻ പോയി വരെയാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഒരു ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത് എന്നറിയാം. ഞങ്ങൾ അന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് വയറു നിറയെ ഒരു നേരം ചോറ് തിന്നാനായിരുന്നു. കാരണം മരിച്ചിനിയും ചക്കയും ഒക്കെ ഉണ്ടാകും. അപ്പൊ നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ പട്ടിണിയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കാൻ, നമ്മൾ ഭക്ഷണം കഴിച്ചോ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഉറങ്ങാൻ നമ്മുടെ വീട്ടിൽ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ ആകാശം മുഴുവനും കാണാം, ഓലമേഞ്ഞ വീട് ഈർക്കിൽ മാത്രമേ കാണൂ. ആ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തിന്നോ കുടിച്ചോ ഉടുത്തോ പഠിച്ചോ എന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടാകത്തില്ല. കരയ്ക്കടുക്കാനാകുമ്പോൾ ഒരുപാട് കരങ്ങൾ നീണ്ടുവരും. ഇത്തരം പ്രസ്താവനകളിലൂടെ ഇവിടെ ഉണർത്താൻ ശ്രമിക്കുന്നത് കേരളക്കരയിലെ മുസ്ലിം സ്ത്രീകളെയാണ്. അതുകൊണ്ട് ടർബൻ ധരിച്ചാലും ഹിജാബ് ധരിച്ചാലും ആർക്ക് പ്രധാനമന്ത്രിയാകാനും അവകാശമുള്ള ഒരു രാജ്യത്ത് ഹിജാബ് ഇട്ട ആള് നാളെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ മാധുര്യമാണ്. സംഘപരിവാറും BJPയും ഒക്കെ ഭരിക്കുന്ന ഈ ഭാരതത്തിൽ തീർച്ചയായിട്ടും ഒവൈസിയെ പോലെയുള്ള ആളുകൾക്ക് അത് പറയാൻ പറ്റും. നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ, നിഷ്പക്ഷത കാപട്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ പറയുന്ന ചില കപട മതേതരന്മാരുണ്ട്. എതിർഭാഗത്ത് ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരാണ് വരുന്നതെങ്കിൽ ഇവർ നിശബ്ദമായിട്ട് അവരെ പിന്തുണയ്ക്കുന്നത് നമുക്ക് കാണാം. കാരണം അവർക്ക് 4 വോട്ടിന് വേണ്ടിയിട്ട് അവരെ പ്രീണിപ്പിച്ചേ മതിയാകും. ഇവര് 500-600 വർഷം ഇന്ത്യ ഭരിച്ച ഒരു സമൂഹത്തിനെ, ഒരു സ്ത്രീയെ അവർക്കിടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കാത്തത് ഇവിടത്തെ ഭൂരിപക്ഷ വർഗീയത കൊണ്ടല്ല, ഇവരുടെ മതത്തിന്റെ ഇതുപോലെയുള്ള പിന്തിരിപ്പൻ ചിന്താഗതിക്കാര് കാരണമാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ഉടൻ വരാം, ഒരു ഇടവേളയ്ക്ക് ശേഷം. നുസ്രത് ജഹാൻ, എനിക്ക് പോണം, ഞാനങ്ങ് പോയേക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. ബാക്കി നന്നായിട്ട് വൈൻഡപ്പ് ചെയ്തോ, ഞാനത് കണ്ടോളാം. ഓക്കെ, അടിപൊളിയായിട്ട് കൊടുക്ക, ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അതെ തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. പൊളിച്ചടിച്ചോപ്പാ, ഒരു കുഴപ്പമില്ല. ഇതുപോലെയുള്ള പിന്തിരിപ്പന്മാരായ ആളുകളെ നേരിടാൻ മുസ്ലിം സ്ത്രീകൾ വിദ്യാസമ്പന്നരായി അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന രൂപത്തിൽ ഈ കേരളക്കര സാക്ഷിയാകും, സംശയമില്ല. നന്ദി.